റിഫ്ലെക്സ് ടെക് വേൾഡിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യുന്നത് ഒരു ആംപ്ലിഫയർ ആണ്. നമ്മുടെ AVRന് 5.2 അതുപോലെ തന്നെ 5.1, 7.1, 7.2 എന്ന് വേണ്ട AVRന് വെക്കാൻ വേണ്ടിയിട്ട് ഒരു സബ്വൂഫറിന് പറ്റിയ ഒരു ആംപ്ലിഫയർ ആണ്. അത് 2 സബ്വൂഫർ കൊടുക്കാവുന്ന ഒരു ആംപ്ലിഫയർ ആണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഈ ആംപ്ലിഫയറിൽ എന്തൊക്കെ ഉപയോഗിച്ചാണെന്ന് നമുക്ക് ഈ വീഡിയോ കൂടി കാണാം. ഇതിനകത്ത് നമ്മൾ സ്ഥിരം ഉപയോഗിക്കാറുള്ള പവർ ട്രിക്കിൻ്റെ ബോർഡ് തന്നെയാണ്. അതായത് 2 ചാനൽ മോണോ ബോർഡ്, അതായത് ഒരു ചാനലിൽ 4 ട്രാൻസിസ്റ്റർ വെച്ച് തോഷിബയുടെ 5200-1943 എന്ന് പറയുന്ന ഒരു 2 പെയർ ഒരു ചാനലിൽ, അതുപോലെ തന്നെ മറ്റേ ചാനലിലും 2 പെയർ, അങ്ങനെ 8 ട്രാൻസിസ്റ്ററാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് 2 ചാനലിന് കൂടി വേണ്ടിയിട്ട്. പിന്നെ അതുകൂടാതെ നമ്മൾ ഇതിനകത്ത് സബ്വൂഫറിൻ്റെ പ്രീ ഉപയോഗിച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇതിനകത്ത് ട്രാൻസ്ഫോമറാണ്. ട്രാൻസ്ഫോമർ നമ്മൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് 10 ആംപിയർ ട്രാൻസ്ഫോമറാണ്. 10 ആംപിയർ നമ്മൾ ഇതിന് വേണ്ടി എടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാനുള്ള സബ്വൂഫറിൻ്റെ പ്രീക്ക് വേണ്ടിയുള്ള 12012 എടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഫാനിന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് 12012 തന്നെ എടുത്തിട്ടുണ്ട്. ഫാനിൻ്റെ നോയ്സൊന്നും കാര്യങ്ങളും വരാതിരിക്കാൻ, കാരണം ഹമ്മിങ്ങോ കാര്യങ്ങളോ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഫാനിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു 12 വോൾട്ട് എടുത്ത് ട്രാൻസ്ഫോമർ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇതിനകത്ത് നല്ലൊരു ക്യാബിൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഫ്രണ്ട് പാനൽ അക്രിലിക്കിൽ ചെയ്തെടുത്ത് നല്ലൊരു ഫ്രണ്ട് പാനൽ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു ഏത് ആംപ്ലിഫയറാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ടിയുള്ള കുറേ സാധനങ്ങളുണ്ട്. അതായത് വോളിയം കൺട്രോൾ, AC കോഡ്, പവർ ഓൺ സ്വിച്ച് എന്നിവ വേണ്ട കുറേ ഐറ്റംസുകൾ നമുക്ക് ഏത് ആംപ്ലിഫയർ എങ്ങനെ ക്യാബിനാണ് മേടിക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഐറ്റംസുകൾ കുറേ നമുക്ക് വേണ്ടി വരും. ഇനി നമുക്ക് ഇതിൻ്റെ ഉൾവശം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഉൾവശം വരുന്നത്. നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 5200 തോഷിബയുടെ 5200-1943 എന്ന് പറയുന്ന 2 ചാനലാണ്. അതായത് 2 ചാനലിന് വേണ്ടി 2 സബ്വൂഫർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ തന്നെ നമ്മൾ ഇതിനകത്ത് സ്പീക്കർ പ്രൊട്ടക്ഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. 2 ചാനലിനുള്ള സ്പീക്കർ പ്രൊട്ടക്ഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ ട്രാൻസ്ഫോമറാണ്. ഈ ട്രാൻസ്ഫോമർ വന്നിരിക്കുന്നത് 27027 10 ആംപിയർ, അതുപോലെ തന്നെ 12012 2 ആംപിയർ, പിന്നെ ഒരു 12012 1 ആംപിയർ. അതുകൂടാതെ നമ്മൾ ഇതിനകത്ത് പവർ സപ്ലൈ, നമ്മുടെ തന്നെ ബോർഡായ പവർ സപ്ലൈ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സബ്വൂഫർ ഫിൽറ്ററാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് അതിൻ്റെ ഉൾവശം വരുന്നത്. അതുകൂടാതെ തന്നെ ഒരു കൂളിംഗ് ഫാനും കൊടുത്തിട്ടുണ്ട്. അതെല്ലാ ക്യാബിനിലും ഉള്ളതാണ്. ഇതാണ് അതിൻ്റെ സ്പീക്കർ ഔട്ട്. പിന്നെ ഇതിൻ്റെ ഇൻപുട്ടാണ് ഈ കൊടുത്തിരിക്കുന്നത്. സബ്വൂഫറിനുള്ള AVR എന്നുള്ള ഇൻപുട്ടാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഉൾവശം വരുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇന്നത്തെ സബ്വൂഫർ ആംപ്ലിഫയറിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ ഓർക്കുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്താൻ മറക്കരുത്. എന്നാലാണ് ഈ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.